ഇന്നേതായാലും അതിരാവിലെ ഉറക്കെഴുന്നേറ്റാലേ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുള്ളൂ എന്ന് കണ്ടതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എഴുന്നേറ്റ പാടെ അടുക്കളയിലെ ജോലികളൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷമാണ് കേട്ടോ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിളക്കും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം വേണം ഇനി നമുക്ക് അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയിൽ തന്നെ നമ്മുടെ കാപ്പിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നുള്ളേ, ബാക്കി അച്ഛൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആ ഒരു വിശ്വാസത്തോടു കൂടി എന്തായാലും റെഡിയായി അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലതുപോലെ പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നേ. അതുപോലെ അർച്ചനയും കുടുംബാർച്ചനയും ഒക്കെ നടത്തണമായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് പുണ്യവെള്ളവും മേടിച്ചിട്ട് വേണം ഇനി വീട്ടിൽ നല്ലതുപോലെ തൊഴാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ. കാരണം തിരക്കില്ല. പൊങ്കാല ഇടാൻ വരുന്ന കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം പുണ്യവെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട് വന്നവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതും ഞാൻ ഇറങ്ങുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ആ നേരം വെളുത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളേ. അപ്പോൾ ഉത്സവം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ അമ്പലത്തിലോട്ട് വരുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്ന് ഇനി കുറച്ച് നേരം ഇരിക്കണം, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോൾ തന്നെ അച്ഛൻ്റെ മുൻവശത്ത് വന്നിട്ട് പിന്നെ നമുക്ക് പൊങ്കാല ഇടാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുക്കളയിൽ ദോശയെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പാറും ഞാൻ രാവിലെ റെഡിയാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചമ്മന്തിക്കറിയും കൂടെ വേണം മക്കൾക്ക്. അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് വെള്ള ചമ്മന്തി ഇതുപോലെ നല്ലതുപോലെ താളിച്ചതിന് ശേഷം അതിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് ഇറക്കി വെച്ചതിന് ശേഷം ഒഴിച്ച് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കുന്ന ഈ ഒരു പരുവത്തിലുള്ളൊരു ചമ്മന്തിക്കറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പൊങ്കാല വിശേഷങ്ങളായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.